എല്ലാവർക്കും രാമായണ മാസം 27-ാം ദിവസത്തിലേക്ക് സ്വാഗതം. രാവണന്റെ മാതൃപിതാവായ മാല്യവാൻ രാവണന്റെ പ്രവർത്തികളിൽ ദുഃഖിതനായി ചിലത് പറയുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി. മാല്യവാനെ രാവണൻ യഥോചിതം സ്വീകരിച്ച് കുശല പ്രശ്നങ്ങൾ നടത്തി. ബുദ്ധിമാനും വിനീതനും കൈകസിയുടെ പിതാവുമായ മാല്യവാൻ കൈകസിയുടെ പുത്രനായ രാവണനോട് ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ഹിതകരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. എല്ലാം കേട്ടിട്ട് നിന്റെ യുക്തം പോലെ ചെയ്യുക. സീതയെ ലങ്കയിൽ കൊണ്ടുവന്നതിന് ശേഷം നാശസൂചകമായ പല ദുർനിമിത്തങ്ങളും കാണുന്നു. നീ ഇതെല്ലാം കാണുന്നില്ലേ? വേണ്ടതുപോലെ ആലോചിച്ചു നോക്കൂ. ദിവസവും അതിഭയങ്കരമായി ഇടിവെട്ടുന്നു. ചുടുചോര മഴ പോലെ ചൊരിയുന്നു. ദേവവിഗ്രഹങ്ങൾ ഇളകുകയും വിയർക്കുകയും ചെയ്യുന്നു. ഭീകരമായ ദഷ്ടകൾ കാട്ടിച്ചിരിക്കുന്ന കാളിദേവി എല്ലായിടത്തും കാണപ്പെടുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. എലികൾ കോപത്തോടെ പൂച്ചകളോടും കീരികളോടും പൊരുതുന്നു. പാമ്പുകൾ ഗരുഡനെ എതിർക്കുന്നു. ഭയങ്കരനായ കാലനെ എല്ലായിടത്തും കാണുന്നു. ഇതെല്ലാം ഏതോ ആപത്തുകാലം വരുന്നതിന്റെ സൂചനയാണ്. ഇത്തരം ദുർനിമിത്തങ്ങൾക്ക് പരിഹാരമായി ഉടനെ തന്നെ ശാന്തി കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ വംശരക്ഷയ്ക്ക് വേണ്ടി നീ ഉടനെ തന്നെ സീതയെ ശ്രീരാമന്റെ കാൽക്കൽ കൊണ്ടുചെന്ന് സമർപ്പിച്ച് വന്ദിക്കുക. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അദ്വൈനും പരമാത്മാവും നാശമില്ലാത്തവനുമായ അദ്ദേഹത്തെ വിരോധമെല്ലാം ഉപേക്ഷിച്ച് നീ ഭജിക്കുക. രാമപാദത്തെ ആശ്രയിച്ചാണ് യോഗികൾ സംസാര സമുദ്രം തരണം ചെയ്യുന്നത്. ജ്ഞാനികൾ ഭക്തിയാൽ ശുദ്ധമായ മനസ്സോടെ മുക്തി നേടുന്നു. ഭക്തി കൊണ്ട് ദുഷ്ടനായ നീയും വിശുദ്ധനായി തീരും. അല്പവും സമയം കളയാതെ നീ രാക്ഷസ വംശത്തെ സംരക്ഷിക്കുക. മോക്ഷപ്രദനായ ഈശ്വരനെ നീ സേവിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഗുണകരമാണോ എന്ന് നീ ആലോചിക്കണം. ശാന്തസ്വഭാവിയായ മാല്യവാൻ സാന്ത്വനപൂർവം വംശരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ രാവണൻ മാല്യവാനോട് പറഞ്ഞു: നീച മനുഷ്യനായ രാമനോട് ഇത്ര ബഹുമാനം തോന്നാൻ എന്താണ് കാരണം? കുരങ്ങന്മാരെ ആശ്രയിക്കുന്നത് വലിയ സാമർഥ്യമാണെന്ന് കരുതുന്നവൻ മഹാമൂഢനാണ്. രാമൻ നിയോഗിച്ചത് കൊണ്ടാണ് അങ്ങ് സാമോപദേശം നൽകാൻ വന്നതെന്ന് എനിക്ക് ഉറപ്പായി. വേണ്ടി വരുമ്പോൾ ഞാൻ ആളയച്ച് വിളിപ്പിക്കാം. വൃദ്ധനായ അങ്ങ് സ്നേഹമുള്ള മിത്രമാണെന്ന രീതിയിൽ പറയുന്ന അതിശയോക്തി എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് രാവണൻ മന്ത്രിമാരുമൊത്ത് മാളിക മുകളിലേക്ക് കയറിപ്പോയി. വാനര സൈന്യത്തെ കണ്ടപ്പോൾ രാവണന് ഉള്ളിൽ ബഹുമാനം തോന്നി. വേഗം യുദ്ധം തുടങ്ങാനായി രാക്ഷസ വീരന്മാരെ വരുത്തി. അപ്പോൾ രാവണനെ കണ്ട് ക്രുദ്ധനായ ശ്രീരാമൻ ലക്ഷ്മണന്റെ കയ്യിൽ നിന്ന് വില്ലു വാങ്ങി. രാവണന്റെ 10 കിരീടങ്ങളും 20 കൈകളും വൃതാസുരന്റേതുപോലുള്ള ശരീരവും ശൗര്യവും കണ്ടിട്ട് അരനിമിഷം കൊണ്ട് അവന്റെ കിരീടങ്ങളും വെൺകുറ്റക്കുടയും മുറിച്ചു വീഴ്ത്തി. രാവണൻ ലജ്ജിച്ച് താഴെ ഇറങ്ങി. തന്റെ പുറകെ രാമബാണം വരുന്നോ എന്ന് നോക്കി നോക്കി നടന്നു. ഈ സമയം പ്രഹസ്തൻ തുടങ്ങിയ പ്രമുഖ രാക്ഷസന്മാർ രാവണന്റെ അടുത്തെത്തി തൊഴുതു. യുദ്ധം ആരംഭിച്ചു കൊള്ളുവിൻ. ഇനി ഭയന്ന് കോട്ടയ്ക്കുള്ളിൽ നാം അടങ്ങിയിരിക്കുകയില്ല എന്ന് രാവണൻ ആജ്ഞാപിച്ചു. തുടർന്ന് പെരുമ്പറ, മൃദംഗം, ഡക്ക, പണവം, ആനകം, ഗോമുഖം മുതലായ വാദ്യങ്ങളോടെ ആനാകുതിര, കാട്ടുപോത്ത്, ഒട്ടകം, കഴുത, സിംഹം, കടുവ മുതലായ മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങളിൽ വാള്, ശൂലം, അമ്പ്, വില്ല്, കുന്തം, പീലിക്കുന്തം, മുൾത്തടി, വടി, വേൽ, ചുരുക തുടങ്ങിയ ആയുധങ്ങൾ കൈകളിലേന്തിക്കൊണ്ട് നിർഭയരായി അഹങ്കാരത്തോടെ രാക്ഷസന്മാർ യുദ്ധത്തിനൊരുങ്ങിയിറങ്ങിയപ്പോൾ സമുദ്രം, പർവ്വതം, ഭൂമി എന്നിവയെല്ലാം സത്യലോകത്തോളം പറത്തപ്പെട്ടതുപോലെ തോന്നി. പ്രഹസ്തൻ കിഴക്കേ ദിക്കിലും, വജ്രദംഷ്ട്രൻ പടിഞ്ഞാറേ ദിക്കിലും, ഇന്ദ്രജിത്ത് പടിഞ്ഞാറേ ഗോപുരവാദിക്കലും, മിത്രങ്ങൾ, മന്ത്രിമാർ, ഭൃത്യന്മാർ എന്നിവരോടുകൂടി രാവണൻ വടക്കേ കോട്ടവാതിലിലും യുദ്ധത്തിന് തയ്യാറായി എത്തി. നീലനും വാനര സൈന്യവും കിഴക്കേ ഗോപുരനടയിലും, അംഗദൻ തെക്കേ ഗോപുരനടയിലും, ഹനുമാൻ പടിഞ്ഞാറേ നടയിലും, സുഗ്രീവൻ, വിഭീഷണൻ, ലക്ഷ്മണൻ എന്നിവരോടൊന്നിച്ച് മായാമനുഷ്യനായ ശ്രീരാമൻ വടക്കേ ദിക്കിലും വാനര സൈന്യത്തെ പടക്കളത്തിലേക്ക് നയിച്ചു. ഇപ്രകാരം ഇരുവശത്തും സൈന്യങ്ങളെ നിരത്തിക്കൊണ്ട് അത്ഭുതകരമായ രാമരാവണ യുദ്ധം തുടങ്ങി. കോടിക്കണക്കിന് വാനര സൈന്യം ലങ്കാനഗരം വളഞ്ഞു. പൊട്ടിച്ചെടുത്ത പാറകൾ, മുഷ്ടിപ്രയോഗങ്ങൾ, ഇരുമ്പുലക്കകൾ, മരങ്ങൾ, പർവ്വത ഖണ്ഡങ്ങൾ മുതലായവ കൊണ്ട് വാനരന്മാർ ലങ്കാപുരി തകർക്കാൻ തുടങ്ങി. കോട്ടമതിലും കിടങ്ങും തകർത്തുകൊണ്ടവർ ആർത്തു വിളിച്ച് മഴ പോലെ അമ്പുകൾ അയച്ചും വെട്ടേറ്റും ശരീരം പിളർന്നും വീഴുന്നതിനിടയിൽ അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, വേലുകൾ, അർദ്ധചന്ദ്രാകൃതിയിലുള്ള ശരങ്ങൾ, വാളുകൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടി, ഇരുമ്പുലക്ക, ഭിണ്ടിപാലം, തോമരം, മുഷ്ടി, സ്വർണപ്രഭയുള്ള ശതഗ്നികൾ, ഭയങ്കരമായ വജ്രങ്ങൾ എന്നിവ പ്രയോഗിച്ച് രാക്ഷസന്മാർ വാനരന്മാരെ കൊന്നു. ദുഃഖിതനായ രാവണൻ ശത്രുപക്ഷത്തെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതിനു വേണ്ടി ശാർദൂലൻ തുടങ്ങിയ രാക്ഷസന്മാരെ അയച്ചു. വാനരവേഷം ധരിച്ച് രാത്രിയിലെത്തിയവരെ വാനരവീരന്മാർ തിരിച്ചറിഞ്ഞു പിടികൂടി.
വർദ്ധിച്ച കോപത്തോടെ കൊല്ലാനൊരുങ്ങുമ്പോൾ ദയനീയമായ വിലാപം കേട്ട് ശ്രീരാമൻ അവർക്ക് അഭയം നൽകി. അവർ ചെന്ന് രാവണനെ അറിയിച്ചതും ശുഖസാരണന്മാർ പറഞ്ഞതുപോലെയായിരുന്നു. അത് കേട്ട രാവണൻ കുറച്ച് ആലോചിച്ചതിനു ശേഷം സീതയുടെ സമീപം ചെന്നു. താൻ യുദ്ധത്തിൽ വധിച്ച രാമന്റെ ശിരസ്സും വില്ലും ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് മായാനിർമ്മിതമായ അവയെല്ലാം സീതയുടെ മുമ്പിൽ വച്ചു. ഇത് സത്യമാണെന്ന് കരുതി സീത വിലപിച്ചുകൊണ്ട് ബോധരഹിതയായി വീണു. അപ്പോൾ അവിടെ വന്ന ഒരു ദൂതൻ രാവണനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ വിഭീഷണന്റെ പത്നിയായ സരമ സീതയോട് പറഞ്ഞു, നീ സങ്കടപ്പെടരുത്, ഇതെല്ലാം ചതിയാണെന്നറിയുക. അല്ലയോ മംഗളദേവതേ, 4 ദിവസത്തിനകം സകലതും നേരെയാകും. നിന്റെ ഭർത്താവ് രാവണനെ കൊല്ലും. സരമയുടെ വാക്കുകൾ സീതയെ സന്തുഷ്ടയാക്കി. ലക്ഷ്മിപതിയായ ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് രാവണ സന്നിധിയിലെത്തിയ അംഗദൻ രാവണനോട് ഇങ്ങനെ പറഞ്ഞു, ഒന്നുകിൽ വേഗം സീതയെ കൊണ്ടുവന്ന് എന്റെ കാൽക്കൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുക. അല്ലാതെ പേടിച്ച് ദുഃഖത്തോടെ ഉള്ളിൽ അടച്ചിരുന്നാലും രാക്ഷസ സേനയും ലങ്കാനഗരത്തെയും രാക്ഷസ രാജാവായ നിന്നെയും ബാണം എയ്തു കൊല്ലും എന്ന് ശ്രീരാമന്റെ സിംഹനാദവും അദ്ദേഹത്തിന്റെ ഞാണുലിനാദവും രാവണ നീ കേട്ടില്ലേ? നിനക്ക് നാണമില്ലേ? ഇത്തരത്തിലുള്ള അധിക്ഷേപവാക്യങ്ങൾ കേട്ട് കോപിഷ്ഠനായ രാവണൻ അംഗദനെ കൊല്ലാൻ രാക്ഷസ വീരന്മാരോട് പറഞ്ഞു. അംഗദൻ തന്നെ കടന്നു പിടിച്ച രാക്ഷസന്മാരെ കൊന്നു ചുഴറ്റിയെറിഞ്ഞു. ആ മാളിക തകർത്തതിനു ശേഷം ഒറ്റക്കുതിപ്പിന് വേഗം ശ്രീരാമ സന്നിധിയിലെത്തി വിവരങ്ങളെല്ലാം അറിയിച്ചു. അതിനുശേഷം സുഷേണൻ, കുമുദൻ, നളൻ, ഗജൻ, ധന്യൻ, ഗവയൻ, ഗവാക്ഷൻ, ഹനുമാൻ തുടങ്ങിയ വാനരവീരന്മാർ കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങ് നിരത്തി. കല്ലും മലയും മരവും ഏന്തിക്കൊണ്ട് വാനരന്മാർ രാക്ഷസ സൈന്യത്തെ എതിർത്തു. അമ്പ, വില്ല്, വാള, പരിച, വെൺമയു, കുന്തം, ചാട്ടുളി, മുൾത്തടി, ചക്രം, ഇരുമ്പുലക്ക, ഈട്ടി, അറപ്പുവാൾ തുടങ്ങിയ ആയുധങ്ങളുമായി രാക്ഷസപ്പട വാനര സൈന്യത്തെ നേരിട്ടു. ആനകളുടെ ചിഹ്നം വിളികളും കുതിരകളുടെ ശബ്ദവും തേരുരുളുമ്പോഴുണ്ടാകുന്ന ശബ്ദവും ഞാണൊലിയും രാക്ഷസന്മാരുടെ ആർപ്പുവിളിയും സിംഹഗർജനം പോലുള്ള അലർച്ചയും വാനരന്മാരുടെ കഠിനമായ ശബ്ദകോലാഹലങ്ങളും മാറ്റിലികൊണ്ട് പ്രപഞ്ചമാകെ ഇളകിമറിഞ്ഞു. ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും കിന്നരന്മാർ, കിംപുരുഷന്മാർ, സർപ്പങ്ങൾ, ഗുഹ്യകന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ തുടങ്ങിയ ആകാശ സഞ്ചാരികളായ ഉപദേവന്മാരും നാരദാദി മഹർഷികളും സ്ത്രീകളോടൊത്ത് അതിഘോരമായ യുദ്ധം കാണാനായി ആകാശത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നു. രാവണപുത്രനും അതിശക്തനുമായ ഇന്ദ്രജിത്ത് അംഗദനുമായി സമരം തുടങ്ങി. അംഗദൻ ഇന്ദ്രജിത്തിന്റെ തേരാളിയെ കൊന്നിട്ട് തേരും തകർത്തു. വേഗം മറ്റൊരു തേരിൽ കയറി ഇന്ദ്രജിത്ത് യുദ്ധം തുടർന്നു. ധീരനായ ജംബുമാലി എന്ന രാക്ഷസൻ ഹനുമാന് നേരെ ഒരു വേൽ പ്രയോഗിച്ചു. ഹനുമാൻ അവന്റെ തേരാളിയെ കൊന്നു, തേരു തകർത്തു. പിന്നീട് ജംബുമാലിയെ വധിച്ചിട്ട് ഉഗ്രമായി അലറി. സുഗ്രീവൻ പ്രഹസ്തനോട് പൊരുതി. സൂര്യന്റെ ശത്രുവായ രാഹു വിഭീഷണനോടും നീലൻ നികുംഭനോടും എതിരിട്ടു. തപനനെ മഹാഗജൻ കൊന്നു. ലക്ഷ്മണൻ പോരാടിയത് വിരൂപാക്ഷനോടായിരുന്നു. രക്ഷധ്വജൻ, അഗ്നിധ്വജൻ തുടങ്ങി 10 പേർ ലക്ഷ്മീകാന്തനായ ശ്രീരാമനോട് പൊരുതി മരിച്ചു. അന്നത്തെ യുദ്ധത്തിൽ വാനര സൈന്യമാണ് ജയിച്ചത്. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. പിറ്റേ ദിവസം രാവണപുത്രനായ ഇന്ദ്രജിത്ത് മായാപ്രയോഗത്താൽ ആകാശത്ത് മറിഞ്ഞിട്ട് നാഗാസ്ത്രം പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ബോധരഹിതരാക്കി. അനന്തരം നരന്മാരെയും വാനരന്മാരെയും എല്ലാം ഞാൻ തോൽപ്പിച്ചുവെന്ന് പറഞ്ഞ ജയഭേരി മുഴക്കി. ഉത്സാഹത്തോടെ ലങ്കാപുരിയിൽ കഴിഞ്ഞു. താപസന്മാർ, ദേവന്മാർ, വിഭീഷണൻ എന്നിവർ ദുഃഖിതരായി വിഷമിച്ചു നിൽക്കുമ്പോൾ 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും ഇളക്കിമറിച്ച് സൂര്യകോടി പ്രഭയോടെ നാഗശത്രുവായ ഗരുഡൻ മഹാമേരു പർവ്വതം പോലെ ശക്തമായ തന്റെ ചിറകടിയാൽ സമുദ്രജലത്തെ 2ആയി പിളർന്ന് 3 ലോകങ്ങളെയും പറത്തിക്കളയും വിധം ശ്രീരാമസന്നിധിയിലെത്തിയ അദ്ദേഹത്തിന്റെ പാദങ്ങൾ വണങ്ങി. അപ്പോൾ തന്നെ എല്ലാവരും നാഗാസ്ത്രമോചിതരും സന്തുഷ്ടരുമായി. ശ്രീരാമൻ സസന്തോഷം പക്ഷീന്ദ്രനായ ഗരുഡനെ അനുഗ്രഹിച്ചു. അനന്തരം ശ്രീരാമനെ വണങ്ങി യാത്രാനുവാദവും വാങ്ങി മേൽപോട്ട് പറന്നുപോയി. പൂർവാധികം ശക്തിയോടും ഉത്സാഹത്തോടും കൂടി വാനരന്മാർ ശ്രീരാമന്റെ നിയോഗമനുസരിച്ച് മരങ്ങൾ, കുന്ന്, കല്ലുകൾ എന്നിവ എടുത്തെറിയാൻ തുടങ്ങി. ഇത് കണ്ട രാവണൻ പറഞ്ഞു, വന്ന ശത്രുക്കളെയെല്ലാം കൊന്നിട്ട് എന്റെ മകൻ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോൾ തന്നെ ഇവർ വീണ്ടും ആക്രമണം തുടങ്ങിയത് അത്ഭുതം തന്നെ. നന്നായിരിക്കുന്നു എന്ന് പറയാതെ നിവർത്തിയില്ല. എന്താണ് കോലാഹലം എന്ന് പോയി നോക്കിയിട്ട് വരൂ. അതനുസരിച്ച് ദൂതന്മാർ പോയി അന്വേഷിച്ച് രാവണനെ വിവരമറിയിച്ചു. പരാക്രമശാലികളും ശക്തരുമായ സുഗ്രീവാദികളായ വാനരന്മാർ തീക്കൊള്ളികളുമായി കോട്ടമതിലിന്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, നാണമുള്ള ആണുങ്ങളുണ്ടെങ്കിൽ പുറത്തു വരൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇത് കേട്ട് കോപിഷ്ഠനായ രാവണൻ പറഞ്ഞു, മനുഷ്യരെയും അഹങ്കാരികളായ വാനരന്മാരെയും കൊന്നൊടുക്കാൻ ധൂമ്രാക്ഷൻ പടയോടുകൂടി പോകട്ടെ. നീ പോയി വേഗം ജയിച്ചു വരൂ.
രാവണന്റെ അനുവാദവും വാങ്ങി ഉച്ചത്തിലുള്ള വാദ്യഘോഷങ്ങളോടുകൂടി ധൂമ്രാക്ഷൻ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തു കടന്ന് ഹനുമാനുമായി ഭയങ്കര യുദ്ധം തുടങ്ങി. വേൽ, വാൾ, വെൺമഴു, കുന്തം, വില്ല്, ശൂലം, ഇരുമ്പുലക്ക, ബരിഘം മുതലായ ആയുധങ്ങളുമായി ആന, കുതിര, രഥം മുതലായ വാഹനങ്ങളിൽ കയറി രാക്ഷസന്മാരും കല്ലും മരവും മലയും മേന്തി പർവ്വത ശരീരികളായ വാനരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. ഭയങ്കരമായ യുദ്ധത്തിനിടയിൽ പല മഹാവീരന്മാരും മരിച്ചു. ചോര നദി പോലെ ഒഴുകി. ശൂരപ്രവരനായ ഹനുമാൻ വലിയൊരു കൊടുമുടി അടർത്തിയെടുത്ത് ധൂമ്രാക്ഷന്റെ നേർക്കെറിഞ്ഞു. അയാൾ ഗദയുമായി തേരിൽ നിന്ന് ചാടി മാറിക്കളഞ്ഞു. തേരും കുതിരകളും തകർന്ന വർദ്ധിച്ച കോപത്തോടെ ഹനുമാൻ രാക്ഷസന്മാരെ കൊന്നു തുടങ്ങി. അത് കണ്ട് ദുഃഖിതനായ ധൂമ്രാക്ഷൻ ഹനുമാനെ ഗദ കൊണ്ടടിച്ചു. ക്രുദ്ധനായ ഹനുമാൻ രണ്ടാമതും ധൂമ്രാക്ഷനെ എറിഞ്ഞു. ആ ഏറേറ്റ് അയാൾ പരലോകം പ്രാപിച്ചു. പിന്നീട് ശേഷിച്ച രാക്ഷസന്മാർ പേടിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് പാഞ്ഞു. രാക്ഷസ സ്ത്രീകൾ നിലവിളിച്ചു. ഇതെല്ലാം അറിഞ്ഞ രാവണൻ ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു, ഇന്ദ്രന്റെ ശത്രുക്കളിൽ പ്രമുഖനും പ്രബലനുമായ വജ്രദംഷ്ട്രൻ യുദ്ധത്തിന് പോകട്ടെ. മനുഷ്യന്മാരെയും വാനരന്മാരെയും ജയിച്ച് അഭിമാനകരമായ കീർത്തിയോടെ മടങ്ങി വരിക. വജ്രദംഷ്ട്രൻ തെക്കേ ഗോപുരം വഴി പുറത്തു കടന്ന് അംഗദനുമായി ഏറ്റുമുട്ടി. ദുശകുനങ്ങളൊന്നും വകവയ്ക്കാതെ വജ്രദംഷ്ട്രൻ വാനരന്മാരോട് പൊരുതി. വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ നടന്ന മഹായുദ്ധത്തിൽ ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു. 10 വിഭാഗത്തോടും കൂടിയ രാക്ഷസന്മാരുടെ പെരുമ്പട മുഴുവൻ നശിച്ചു. രക്തം 4 ഭാഗത്തും നദി പോലെ ഒഴുകി. കബന്ധങ്ങൾ യുദ്ധഭൂമിയിൽ നൃത്തം ചെയ്തു. അംഗദനും വജ്രദംഷ്ട്രനും തമ്മിലുള്ള ഘോര സമരത്തിൽ അംഗദൻ വജ്രദംഷ്ട്രന്റെ വാള് പിടിച്ചു വാങ്ങി. അവന്റെ കഴുത്ത് മുറിച്ചെറിഞ്ഞു. അതറിഞ്ഞ രാവണൻ ധീരനായ അകമ്പനനെ വലിയ പടയുമായി യുദ്ധത്തിനയച്ചു. പടിഞ്ഞാറേ ഗോപുരം വഴി ഭൂമി വിറപ്പിക്കുന്ന പടയുമായി ഇന്ദ്രശത്രുക്കളിൽ പ്രമുഖനായ അകമ്പനൻ പടക്കളത്തിലെത്തി ഹനുമാനോട് പൊരുതി. ഹനുമാൻ അകമ്പനനെ വധിച്ചു. മാരുതിയെ ലോകരെല്ലാം പുകഴ്ത്തി. അകമ്പനന്റെ കൂടി മൃത്യുവാർത്ത അറിഞ്ഞ് അത്യധികം ഭയന്ന രാവണൻ തന്റെ സൈന്യങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. രാമേശ്വരം മുതൽ സേതുവിലും സുബേല പർവ്വതത്തിന്റെ മുകളിലും തന്റെ ഉദ്യാന സമീപത്തും വരെ വ്യാപിച്ചു കിടക്കുന്ന വാനര സൈന്യവും തകർന്നു കിടക്കുന്ന തന്റെ കോട്ടകളും കണ്ട പരിഭ്രാന്തനായ രാവണൻ വേഗം പ്രഹസ്തനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. പ്രഹസ്തൻ വേഗമെത്തി രാവണനെ വണങ്ങി. രാവണൻ ചോദിച്ചു, വൃത്താന്തമെല്ലാം നീ അറിഞ്ഞില്ലേ? പട നയിക്കാൻ നായകന്മാർ ആരുമില്ലേ? പോരിനിറങ്ങിയ രാക്ഷസ വീരന്മാരെല്ലാം കൊല്ലപ്പെടുന്നത് കണ്ടുകൊണ്ട് അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇനി ഈ മനുഷ്യരെയും വാനരന്മാരെയും കൊല്ലാൻ ഞാനോ ഭവാനോ അനുജനോ ആരാണ് പോകേണ്ടത്? പറയൂ. ഇത് കേട്ട പ്രഹസ്തൻ ഇന്ന് ഞാൻ പോകാം എന്ന് പറഞ്ഞു. അനന്തരം പ്രഹസ്തൻ 4 മന്ത്രിമാരോട് ആജ്ഞാപിച്ച് 4 അംഗപ്പടയെ വരുത്തി. ലങ്കയിലെ സൈന്യത്തിൽ 4/1 ഭാഗത്തിന്റെ അധിപനും മഹാരഥനുമായ പ്രഹസ്തൻ, കുംഭകൻ, മഹാനാഥൻ, ദുർമുഖൻ, ഇന്ദ്രശത്രുവായ സമുന്നതൻ എന്നീ 4 മന്ത്രിമാരോടൊന്നിച്ച് സൈന്യസമേതം പോരിന് പുറപ്പെട്ടു. ദുശകുനങ്ങൾ കണ്ടിട്ടും ധൈര്യപൂർവ്വം കിഴക്കേ ഗോപുരം കടന്ന് അഗ്നിപുത്രനായ നീലനോട് പോര് തുടങ്ങി. വാനരന്മാർ പാറയും മരങ്ങളും കൊണ്ട് രാക്ഷസന്മാരെ കൊന്നു തുടങ്ങി. ചക്രം, വാൾ, കുന്തം, വേല, അസ്ത്രം എന്നിവ കൊണ്ട് രാക്ഷസന്മാർ വാനരന്മാരെ കൊന്നൊടുക്കി. ആനകളും കുതിരകളും ചത്തു വീണു. രക്തം നദി പോലെ ഒഴുകി. ബ്രഹ്മപുത്രനായ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും മഹാനാഥനെയും സമുന്നതനെയും കൊന്നു. പ്രഹസ്തൻ നീലനുമായി ദന്തയുദ്ധം നടത്തി കാലപുരി പ്രാപിച്ചു. സേനാനായകനും പടയും മരിച്ച വിവരമറിഞ്ഞ് രാവണൻ കോപാന്ധനായി. ഇനി ആരെയും യുദ്ധത്തിന് അയക്കുന്നില്ല. ഞാൻ തന്നെ നേരിട്ട് പോയി പൊരുതി ജയിക്കാം. എന്നോടുകൂടെ വരാൻ തയ്യാറുള്ളവർ പോരുക. എന്റെ തേര് തയ്യാറാക്കുക എന്ന് രാവണൻ ആജ്ഞാപിച്ചു. ആലവട്ടങ്ങൾ, വെഞ്ചാമരങ്ങൾ, നീലത്തഴകൾ, മുത്തുക്കുടകൾ എന്നീ രാജചിഹ്നങ്ങളോടെ 1000 കുതിരകളെ പൂട്ടിയ വായുവേഗത്തിലുള്ള സ്വർണത്തേരിൽ പൂർണ്ണചന്ദ്രന് തുല്യം ശോഭയുള്ള വെൺകുറ്റക്കുട പിടിപ്പിച്ചുകൊണ്ട് രാവണൻ കയറി. രാവണന്റെ കിരീടങ്ങൾ മഹാമേരുവിന്റെ കൊടിമുടി പോലെ വിളങ്ങി. മാല തുടങ്ങിയ ആഭരണങ്ങളും 10 മുഖങ്ങളും 20 കൈകളും കൈകളിൽ അമ്പ, വില്ല തുടങ്ങിയ ആയുധങ്ങളും ധരിച്ച രാവണൻ നീല മഹാമല പോലെ ശോഭിച്ചു. കോലാഹലത്തോടെയുള്ള ആ പടപ്പുറപ്പാടിന് ലങ്കയിലെ മഹാരഥന്മാരെല്ലാം അകമ്പടി സേവിച്ചു. മക്കൾ, മരുമക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരെല്ലാം ആ യാത്രയിൽ പങ്കെടുത്തു. വടക്കേ ഗോപുരത്തിലൂടെ വാതിലിലൂടെ തിക്കിത്തിരക്കി പുറത്തു വന്ന പരാക്രമികളായ രാക്ഷസന്മാരെ മുമ്പിൽ കണ്ട ശ്രീരാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഒരു നോട്ടത്തിലൂടെ തന്റെ മനോഗതം സൂചിപ്പിച്ചിട്ട് വിഭീഷണനോട് ഇങ്ങനെ പറഞ്ഞു, എടോ, നല്ല വീരന്മാർ വരുന്നത് കാണുക. ഇവരുടെ ഗുണവിശേഷങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഇത് കേട്ട് വിഭീഷണൻ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു,
അമ്പും വില്ലും തിരിച്ച് ബാലസൂര്യനെ പോലെ ആനപ്പുറത്ത് കയറി വരുന്നവനാണ് സുമാലിപുത്രൻ. സിംഹത്തിന്റെ അടയാളമുള്ള കൊടികെട്ടിയ തേരിൽ വരുന്നത് നമ്മെ മുമ്പ് തോൽപ്പിച്ച സിംഹപരാക്രമനും രാവണപുത്രനുമായ ഇന്ദ്രജിത്താണ്. അമ്പും വില്ലുമേന്തി ആഭരണങ്ങളും അണിഞ്ഞ് ആ വലിയ തേരിൽ വരുന്നത് ഭീമശരീരൻ. രാവണന്റെ മകനായ അതികായനാണ്, ഉന്നതനായ മഹോദരനാണ് പൊന്നണിഞ്ഞ് ആനപ്പുറത്ത് കയറി വരുന്നവൻ. കുതിരപ്പുറത്തിരുന്ന് ഇരുമ്പ് കഥ ചുറ്റിക്കൊണ്ടിരിക്കുന്നവനാണ് യുദ്ധവീരനായ നരാന്തകൻ. വെള്ളക്കാളിയുടെ പുറത്തിരുന്ന് തൃശൂലം കുലുക്കുന്നത് രാവണന്റെ മകൻ തൃശിരസാണ്. അതിനപ്പുറത്ത് തേരിൽ വരുന്നവൻ ദേവാന്തകൻ. തൊട്ടടുത്ത് കാണുന്നതാണ് കുംഭകർണന്റെ മകനായ കുംഭൻ. അവന്റെ സമീപത്ത് ഇരുമ്പ് കഥയുമായി വരുന്നത് അനുജനായ നികുംഭൻ. ദേവകുലാന്തകനായ രാവണൻ ഇവരെയെല്ലാം കൂട്ടി നമ്മെ ജയിക്കാനാണ് പുറപ്പെട്ടിരിക്കുന്നത്. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ പറഞ്ഞു, യുദ്ധത്തിൽ രാവണനെ കൊന്ന് എന്റെ കോപം ഞാൻ ശമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രാവണൻ തന്റെ സൈന്യത്തോട് പറഞ്ഞു, നാം എല്ലാം ലങ്കയിൽ നിന്ന് പുറത്തു പോയാൽ ശത്രുക്കൾ അകത്തു കയറും. അതിനാൽ അവർ അകത്തു കടക്കും മുമ്പേ നിങ്ങൾ കുറച്ചുപേർ പോയി ലങ്കാനഗരം സംരക്ഷിക്കുവിൻ. ഇവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ മതി. അതിന് വേണ്ടത്ര ശക്തി എനിക്കുണ്ട്. തുടർന്ന് കുറച്ചു രാക്ഷസർ ലങ്കാപുരി സംരക്ഷിക്കാൻ പോയി. ദേവശത്രുവായ രാവണൻ വാനര സൈന്യത്തെ തോൽപ്പിച്ച് പിന്നോട്ട് പായിച്ചു. വാനരന്മാർ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. ശ്രീരാമൻ അമ്പും വില്ലുമേന്തി യുദ്ധത്തിന് തയ്യാറായി. അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു, ശക്തനായ ഇവനോട് പൊരുതാൻ ആദ്യം എന്നെ അങ്ങ് അനുഗ്രഹിച്ചയക്കണം. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, രാക്ഷസ രാജാവായ രാവണനോടേറ്റാൽ ഇന്ദ്രൻ പോലും ഭയന്ന് വിറയ്ക്കും. രാക്ഷസന്മാർ മായാവികളാണ്. മായാപ്രയോഗത്തിൽ അവർ ന്യായമൊന്നും നോക്കാറില്ല. ശിവന്റെ പ്രിയ ഭക്തനാണ് രാവണൻ. ശിവൻ നൽകിയ ചന്ദ്രഹാസം എന്ന ദിവ്യമായ വാൾ അവന്റെ കൈക്കലുണ്ട്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം രാവണനോട് യുദ്ധത്തിനൊരുങ്ങേണ്ടത്. ശ്രീരാമന്റെ ഉപദേശമെല്ലാം കേട്ടുകൊണ്ട് ശ്രീരാമചന്ദ്രനെ തൊഴുതുകൊണ്ട് ലക്ഷ്മണൻ രാവണനെ നേരിടാൻ തിരിച്ചു. സീതയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കണ്ടയുടനെ വാനര നായകനായ ഹനുമാൻ കുതിച്ചു ചാടി രാവണന്റെ തേരിലെത്തി. രാവണനാകെ പരിഭ്രമിച്ചുകൊണ്ട് വലത്തെ കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണനോട് പറഞ്ഞു, ദേവന്മാരെയും താപസന്മാരെയും സജ്ജനങ്ങളെയും മറ്റുള്ളവരെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വാനരന്മാരാൽ നാശമുണ്ടാകും. നിന്നെ തല്ലിക്കൊല്ലാൻ വന്നു നിൽക്കുന്ന എന്നെ നീ വീരനാണെങ്കിൽ എതിർത്തു തോൽപ്പിക്കൂ. നിന്റെ പരാക്രമിയായ പുത്രൻ അക്ഷകുമാരനെ കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ രാവണനെ അടിച്ചു. അടിയേറ്റ് രാവണൻ വിറച്ച് ബോധം കെട്ട് വീണു. പിന്നെ ഉണർന്നെഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ വന്ന വാനരന്മാരിൽ നല്ലവനാണ് ഭവാൻ. ഹനുമാൻ പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് എന്ത് നന്മയാണ് ഉണ്ടായത്? എന്റെ തല്ലുകൊണ്ടാൽ മരിക്കാത്തവരായി ആരുമില്ല. നിനക്ക് അടിയേറ്റിട്ടും മരണമുണ്ടായില്ല. ഞാൻ ദുർബലനാണെന്ന് ഇപ്പോൾ മനസ്സിലായി. എങ്കിലും കുറച്ചു സമയം നമുക്ക് തമ്മിൽ പോരാടണം. ഇത് കേട്ട് രാവണൻ ഹനുമാനെ ശക്തിയായി അടിച്ചു. അടിയേറ്റ് ഹനുമാൻ ബോധം കെട്ടു വീണു. ഈ സമയത്ത് നീലൻ രാവണന്റെ മേൽ ചാടി വീണ് 10 കിരീടങ്ങളിലും വില്ലിലും കൊടിമരത്തിലും ചാടിച്ചാടി നൃത്തം ചെയ്തു. ഇത് കണ്ട് നാരദ മഹർഷി സന്തോഷഭരിതനായി പാടിത്തുടങ്ങി. രാവണൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് അഗ്നിപുത്രനായ നീലനെ പിന്തിരിപ്പിച്ചു. കുപിതനായ ലക്ഷ്മണൻ രാവണനെ തടഞ്ഞു. ഇരുവരും പരസ്പരം ചൊരിഞ്ഞ ശരമാരിയിൽ പോർക്കളം കാണാൻ കഴിയാതെയായി. ലക്ഷ്മണൻ രാവണന്റെ വില്ല് മുറിച്ചു. പരിഭ്രാന്തനായ രാവണൻ മൈനിൽ നിന്ന് ലഭിച്ച വേൽ ലക്ഷ്മണന്റെ മാറിലേക്ക് എറിഞ്ഞു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാത്ത വേൽ മാറിൽ തറച്ച് ലക്ഷ്മണൻ ബോധം കെട്ട് വീണു. പെട്ടെന്ന് ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ രാവണൻ ഓടിയെത്തി. എന്നാൽ കൈലാസപർവ്വതമെടുത്ത് അമ്മാനമാടിയ രാവണന് ലക്ഷ്മണകുമാരന്റെ ശരീരം അല്പം ഇളക്കാൻ പോലും കഴിഞ്ഞില്ല. ലക്ഷ്മണന്റെ ശരീരഭാരമോർത്ത വീരനായ രാവണന് തന്റെ നിസ്സാരത ബോധ്യമായി. ഇത് കണ്ടുകൊണ്ട് നിന്ന ഹനുമാൻ ഓടി വന്ന് രാവണനെ ആഞ്ഞടിച്ചു. രാവണൻ ചോര ഛർദ്ദിച്ച് തേരിൽ വീണു. പെട്ടെന്ന് ഹനുമാൻ ലക്ഷ്മണനെ ഒരു പൂവെടുക്കുന്ന പോലെ അനായാസമെടുത്ത് ജ്ഞാനസ്വരൂപനായ ശ്രീരാമന്റെ മുമ്പിൽ കൊണ്ട് കിടത്തി വണങ്ങി നിന്നു. രാവണൻ പ്രയോഗിച്ച മയദത്തമായ വേൽ ലക്ഷ്മണന്റെ മാറിൽ നിന്ന് വേർപെട്ട് രാവണന്റെ കയ്യിലെത്തി. 14 ലോകത്തിന്റെയും നാഥനായ ശ്രീരാമൻ രാവണനോട് നേരിട്ട് പൊരുതി തുടങ്ങി. അപ്പോൾ വായുപുത്രനായ ഹനുമാൻ ഭഗവാനെ വന്ദിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്റെ കഴുത്തിൽ കയറി ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്ത് ഒരു പ്രയാസവുമില്ലാതെ രാവണനെ വധിക്കുക. ഹനുമാൻ പറഞ്ഞതനുസരിച്ച് തോളിൽ കയറി ഇരുന്നു കൊണ്ട് ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, നിന്നെ അടുത്ത് കാണാൻ ഞാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് അതിന് അവസരം ലഭിച്ചു. നിന്നെയും നിന്റെ കൂടെ വന്നവരെയും കൊന്നിട്ട് ഞാൻ 3 ലോകവും രക്ഷിക്കുന്നുണ്ട്. നീ എന്റെ മുമ്പിൽ അരക്ഷണം നിൽക്കൂ. പിന്നീട് ഇരുവരും പരസ്പരം ശാസ്ത്രാസ്ത്രങ്ങൾ ചൊരിഞ്ഞു. യുദ്ധം ഭയങ്കരമായി. കടലുകൾ ഇളകിമറിഞ്ഞു. ശൂരനായ രാവണൻ ഹനുമാനെ എഴുത് മുറിവേൽപ്പിച്ചു. ക്രുദ്ധനായ ശ്രീരാമൻ വേഗം ധൈര്യസമേതം ഒരു ശരം രാവണന്റെ മാറിനു നേരെ തൊടുത്തു. ബാണമേറ്റ് രാവണൻ തളർന്നു. വില്ല് ഭൂമിയിൽ വീണു. രാവണന്റെ ശക്തിക്ഷയം കണ്ട് ഉടനെ തന്നെ രാവണന്റെ തേരും കൊടിയും കുടയും കിരീടങ്ങളും എഴുതു തകർത്തു.
കുതിരകളെയും തേരാളിയെയും കൊന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് രാവണൻ വളരെ ദുഃഖത്തോടെ നിന്നുപോയി. അപ്പോൾ ശ്രീരാമൻ രാവണനോട് പറഞ്ഞു, നിനക്ക് മനപ്രയാസം വളരെയുണ്ട്. ഇന്ന് നീ ഭയപ്പെടേണ്ട. ലങ്കയിലേക്ക് പൊയ്ക്കൊള്ളൂ. ആയുധങ്ങൾ, വാഹനങ്ങൾ എന്നിവയോടുകൂടി നാളെ യുദ്ധത്തിന് വരൂ. ശ്രീരാമവാക്യം കേട്ട് ഭയന്ന രാവണൻ രാമശരം തന്നെ പിന്തുടരുന്നു എന്ന് തിരിഞ്ഞു നോക്കി വിറയലോടെ ഭവനത്തിലെത്തി ദുഃഖചിന്തയിൽ മുഴുകി. രാമായണ മാസം 27-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.